ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. തിരുവനന്തപുരം കിളിമാനൂരിലെ പോറ്റിയുടെ വീട്ടിലെത്തിച്ചായിരിക്കും ആദ്യ തെളിവെടുപ്പ്. ഇന്നലെ അന്വേഷണ സംഘം പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ കസ്റ്റഡിയിലെടുത്തു. റിനു ശ്രീധർ വീണ്ടും തിരുവനന്തപുരത്ത് ചെയ്യുന്നു. റിനു, 8 മണിക്കൂറോളം നീണ്ട പരിശോധനയായിരുന്നു. ഒരുപാട് വിവരങ്ങൾ SITക്ക് ലഭിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ മോഷ്ടിച്ചെടുത്ത സ്വർണം ഏത് വഴിക്ക് പോയി, അതുപോലെ തന്നെ മറ്റു പ്രതികളായ ഈ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരടക്കം അവരൊക്കെ ഇന്ന് ചോദ്യം ചെയ്യാനും കസ്റ്റഡിയെടുക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ടോ റിനു? സുഹൈൽ, ഉന്മേഷ, ഇന്നലെ ഏകദേശം 10 മണിക്കൂറിലധികം നീണ്ടുനിന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരം പുളിമാത്തുള്ള വീട്ടിലെ പരിശോധന. ഈ പരിശോധനയിൽ നിർണായകമായിട്ടുള്ള രേഖകൾ തന്നെയാണ് SITക്ക് ലഭിച്ചത്. ഉണ്ണികൃഷ്ണൻ ഭൂമിയുടെ അനധികൃത ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി രേഖകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹാർഡ് ഡിസ്ക് അടക്കം SIT സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒപ്പം അനധികൃതമായി സൂക്ഷിച്ച പണവും സ്വർണവും SIT സംഘം കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള വിവരവും ലഭ്യമാണ്. എന്തായാലും വിവിധ രേഖകൾ, യാത്രാരേഖകൾ അടക്കം SITക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യാത്രാരേഖകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. മറ്റൊന്ന്, ഈ അന്വേഷണ സംഘം മുരാരി ബാബു അടക്കം മറ്റു ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുപ്പ് നടത്തും അല്ലെങ്കിൽ ചോദ്യം ചെയ്യും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യലിന് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകി എന്നുള്ള വിവരവും ലഭിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പാണ്. ആ തെളിവെടുപ്പ് ഇന്നുണ്ടായേക്കും എന്നുള്ളൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് പുളിമാത്തെ വീട്ടിലെത്തിച്ചായിരിക്കും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ് SIT സംഘം. നിർണായക അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സുഹൈൽ, ഉന്മേഷ. റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.